ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ടയുടെ ഡിയോ വണ്ടി. അതിൻ്റെ നിലവിൽ നമുക്ക് മിസ്സിങ് കംപ്ലയിൻ്റ് ആണ്. മിസ്സിങ് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ എല്ലായ്പ്പോഴും കാണിക്കുന്നില്ല. ചില സമയങ്ങളിൽ നമ്മൾ സെൽഫൊക്കെ അടിച്ച വണ്ടി സ്റ്റാർട്ട് ആവില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ അടിക്കുമ്പോൾ ചില സമയങ്ങളിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട്, അത് ശരിക്കും പറഞ്ഞാൽ അത് ഇലക്ട്രിക്കലായിട്ടുള്ള കംപ്ലയിൻ്റ് ആണ്. ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നോലെ CD യൂണിറ്റ്, അതല്ലെങ്കിൽ ഇരിക്കുന്ന HT കോയിൽ. ഒരു പക്ഷേ ചില കേസിൽ ഇത് രണ്ടും കൂടി മാറ്റിയാലാണ് റെഡി ആവാറുള്ളൂ, ഈ യൂണിറ്റും ഇരിക്കുന്ന കോയിലും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് ശരിക്കും ഈ ഒരു കംപ്ലയിൻറ്റും പ്രകാരം എനിക്ക് തോന്നുന്നു അത്യാവശ്യം ചെക്ക് ചെയ്തിട്ടുണ്ട്. വേറെ എവിടെയോ കയറ്റി നോക്കിയേക്കണതൊക്കെയാണ്. കാരണം ഇതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ മെക്കാനിക്കൽ പരമായിട്ടുള്ള ഭാഗം കൂടി നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്തു. കാരണം വെച്ചാൽ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ പറയത്തക്ക ഒരു മെയിനായിട്ട് നമുക്ക് ഒരു കംപ്ലയിൻറ്റ് എടുത്ത് കാണിക്കാവുന്ന ഒരു കംപ്ലയിൻറ്റ് അതിനകത്ത് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നില്ല. അപ്പം അതും പ്രകാരം നമ്മൾ ഇലക്ട്രിക്കലാണ് മെയിൻ പ്രോബ്ലമായിട്ട് നമുക്ക് ഫീൽ ചെയ്യണത്. അതെല്ലായ്പ്പോഴും ഇല്ല, അതാണ് മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം. അപ്പോൾ ഇലക്ട്രിക്കൽ ഭാഗത്തിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യണത്. കാരണം വെച്ചാൽ ചില സമയങ്ങളിലാണ് ആ പ്രോബ്ലം കാണിക്കുന്നത്. മെക്കാനിക്കൽ പരമാണെങ്കിൽ അത് ഫുൾ ടൈം വരേണ്ടതാണ്. എങ്കിൽ കൂടി നമ്മൾ മെക്കാനിക്കൽ ഭാഗമായിട്ടുള്ള ഭാഗങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എയർ ഫിൽറ്ററൊക്കെ അഴിച്ചാണ്. അപ്പോൾ നിലവിൽ എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്ററാണ് കിടക്കുന്നത്. കമ്പനി ഫിൽറ്ററൊന്നുമല്ല, ഒരു കുറഞ്ഞ ചാത്ത കമ്പനിയാണ്. അല്ലെങ്കിൽ കൂടി പുതിയതാണ് ഇതിപ്പോൾ കിടക്കുന്നത്. അതേപോലെ തന്നെ പ്ലഗ് ആയാലും ഇതിപ്പോൾ കിടക്കുന്നത് പുതിയതാണ്. പക്ഷേ ഇത് സ്കൂട്ടറിൻ്റെ അല്ല, ഇത് ബൈക്കിന് ഇടുന്ന മോഡൽ, പഴയ മോഡൽ ബൈക്കുകൾക്ക് യൂസ് ചെയ്യുന്ന പ്ലഗ്ഗാണ്. നമ്മുടെ സ്കൂട്ടർ മോഡലിൻ്റെ പ്ലഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് ഈ ത്രെഡുള്ള ഭാഗം ഏകദേശം ഇത് ഇത്ര നീട്ടം കൂടി വരും, ലെങ്ത്ത് കൂടുതലാണ്. ഇതിപ്പോൾ ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഫയറിങ് ആവുള്ളൂ. അപ്പോൾ നിലവിൽ നമുക്ക് പ്ലഗ് എന്തെങ്കിലും മാറ്റിയിടാം. കാരണം പ്ലഗ് ഇതിൻ്റെ പ്ലഗ് അല്ല. അപ്പോൾ അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് മെയിനായിട്ടൊരു പണി ഉണ്ടാക്കി തരും ഈ പ്ലഗ് ഉപയോഗിച്ചാൽ. എയർ ഫിൽറ്റർ ഇപ്പോൾ കുറഞ്ഞതാണ് കിടക്കണമെങ്കിൽ കൂടി നമുക്ക് തൽക്കാലം ക്ലീൻ ചെയ്തിട്ട് അത് തന്നെ യൂസ് ചെയ്യാം. കാർബറേറ്ററും കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അതിൻ്റെ ഈ ഒരു സ്ലോ ജെറ്റ് ചെറിയൊരു അടവ് പോലെ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി റീസെറ്റ് ചെയ്തിടാം. അതെന്താണെന്ന് വെച്ചാൽ അതല്ലെങ്കിൽ നമുക്ക് നമ്മൾ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും അത് പാസ്സാവില്ല. അപ്പോൾ അതൊന്ന് കാർബറേറ്റർ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് സ്ലോ ജെറ്റ് മാറ്റി നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ CD യൂണിറ്റ് എന്ന് പറയുന്നത്, ഇതിനെ പറയാം CD യൂണിറ്റ്, ഇലക്ട്രോണിക് CDA എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഈ യൂണിറ്റ് ഒന്ന് മാറ്റി ഈ HT കോയിലും മാറ്റി വെച്ചിട്ട് വേണം നമുക്കൊന്ന് ചെക്ക് ചെയ്യാനായിട്ട്. ബാക്കിയുള്ള ഭാഗങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ക്ലീൻ ചെയ്ത് കയറ്റാം. പ്ലഗ് മാറ്റുക, കാർബറേറ്റർ ക്ലീൻ ചെയ്ത് കയറ്റാം, എയർ ഫിൽറ്റർ തന്നെ ക്ലീൻ ചെയ്ത് കയറ്റാം, പ്ലഗ് മാറ്റി പുതിയതിടാം. അതിനുശേഷം ഈ ഇലക്ട്രോണിക് യൂണിറ്റുകളൊന്ന് വെച്ചതിന് ശേഷം റിപ്പീറ്റ് നമ്മൾ ഉപയോഗിച്ച് നോക്കണം. കംപ്ലയിൻറ്റ് വരുന്നുണ്ടോ കിട്ടുന്നുണ്ടോ എന്നുള്ള കേസ്. കംപ്ലയിൻറ്റ് ഇലക്ട്രിക്കൽ ആവാനായിട്ടാണ് 99% സാധ്യത. പിന്നെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൂസ് കോൺടാക്റ്റ് വരുമ്പോഴും ഈ പ്രശ്നം കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ഭാഗം അഴിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലായാലും ഇങ്ങനെ കേബിളുകളൊക്കെ, ചെമ്പുകമ്പികളൊക്കെ ഇങ്ങനെ കയറ്റി തിക്കി കൂട്ടിയൊക്കെ വെച്ച് നോക്കിയേക്കുന്നതാണ്. പരമാവധി ഇതുമ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു കംപ്ലയിൻറ്റ് നോക്കാനായിട്ട്. അപ്പോൾ നമുക്ക് CD യൂണിറ്റിൻ്റെ ആണെന്ന് വേണം സംശയിക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് വെച്ച് നോക്കണം. അത് കഴിഞ്ഞ് കംപ്ലയിൻറ്റ് കൺഫേം ചെയ്യണം. അതിന് ശേഷമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സമയം പിടിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും കാണിക്കുന്നില്ല. നമ്മളിത് കണക്ട് ചെയ്തിട്ട് വണ്ടി ഉപയോഗിക്കണം. ചില സമയങ്ങളിലാണ് കംപ്ലയിൻറ്റ് കാണിക്കുക. അപ്പോൾ അതൊന്ന് വെച്ച് നോക്കി കൺഫേം ആക്കിയിട്ട് വേണം നമുക്കിത് ബില്ല് ചെയ്യാനായിട്ട്. കാരണം കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി പാർട്സുകൾ എടുത്ത് ബില്ല് ചെയ്ത്, കാരണം ഈ CD യൂണിറ്റിന് തന്നെ ഏകദേശം നമുക്കൊരു റേറ്റ് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 2000 രൂപ താഴെ വരും ഈ യൂണിറ്റ് മാത്രം. HT കോയിലിന് ഒരു 300-350 രൂപയൊക്കെയാണ് നമുക്ക് നിലവിൽ വരാറുള്ളൂ. അപ്പോൾ ഒന്ന് നോക്കി കൺഫേം ആക്കാതെ കൊണ്ട് ബില്ല് ചെയ്താൽ പിന്നെ അത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതൊന്ന് കൺഫേം ആക്കിയതിന് ശേഷം വേണം വണ്ടി ഇപ്പോൾ തന്നുവിടാനായിട്ട്. പിന്നെ നമുക്ക് നിലവിൽ ഇതിൻ്റെ ഈ ശരിക്കും സ്കൂട്ടർ മോഡൽ വണ്ടികളുടെ പ്രത്യേകത വെച്ചാൽ നമുക്ക് പെട്രോൾ ടാപ്പ് നിലവിലില്ല. ഓൺ ഓഫ് എന്ന് പറയുന്ന സംഭവമില്ല. അത് ശരിക്കും പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവുന്ന സമയത്താണ് പെട്രോൾ അതിനകത്തേക്ക് ഇറങ്ങി വരാം. എഞ്ചിൻ ഓഫ് ആവുന്ന സമയത്ത് വണ്ടി ഓഫ് ചെയ്യുമ്പോൾ പെട്രോളിൻ്റെ ഫ്ലോ ഓഫാവും. ആ ഫംഗ്ഷൻ ഓൾറെഡി ഈ വണ്ടിക്ക് കംപ്ലയിൻ്റ് ആണ്. കാരണം ഞാൻ നമ്മൾ നോക്കുന്ന സമയത്തുണ്ടല്ലോ, ഇത് പെട്രോൾ ടാങ്കിൽ നിന്നുള്ള ടാപ്പിൽ നിന്നുള്ള കണക്ഷനാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പെട്രോൾ വന്നുകൊണ്ടിരിക്കുക. ശരിക്കും ഇങ്ങനെ വരാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ ഓൾറെഡി എഞ്ചിൻ ഉപയോഗിക്കുന്ന വാക്യൂം ഉപയോഗിച്ചിട്ട് ഈ ഒരു പൈപ്പിൽ കൂടെ എയർ വലിക്കും. ആ എയർ വലിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പെട്രോൾ വരാൻ പാടുള്ളൂ. അതിന് ശേഷമാണ് പെട്രോൾ കാർബറേറ്ററിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് ശരിക്കും ആയിരിക്കണം അതിൻ്റെ ഉള്ളിൽ തന്നെ പെട്രോൾ ടാപ്പ് തന്നായിരിക്കണം ഐറ്റം. അതിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം കാണിക്കുന്നത്. അത് ചെയ്തിടുന്നത് നന്നായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇത് ഈ പൈപ്പ് റബ്ബർ ടൈപ്പ് പൈപ്പാണ്. ഞാൻ പൊട്ടുകയോ അല്ലെങ്കിൽ വണ്ടി കാർബറേറ്റർ സംബന്ധമായിട്ട് ഓവർഫ്ലോ എന്തെങ്കിലും വരികയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മുടെ ടാങ്കിലുള്ള പെട്രോൾ ഫുള്ള് പോകാമെന്നുള്ളതാണ് ഈ ഒരു കണ്ടീഷനിൽ നിന്നാലുള്ള പ്രശ്നം. മറ്റേതെന്ന് പറയുമ്പോഴത്തേക്കും ബൈ ചാൻസ് ഓവർഫ്ലോ വരാനുള്ള സാധ്യത തന്നെ കൂടുതലായിരിക്കും ഇങ്ങനെ നിൽക്കുന്നത്. മറ്റേന്ന് പറയുമ്പോൾ ബൈ ചാൻസ് എന്തെങ്കിലും ഓവർഫ്ലോ വന്നാൽ പോലും നമുക്കിത് ഈ ഒരു ചെറിയ ഗ്യാപ്പിൻ്റെ ഉള്ളിലുള്ള പെട്രോൾ മാത്രമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അത് ചെയ്തു പോകണമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. എന്തായാലും നമുക്ക്
ഈ കംപ്ലൈൻറ്റുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് ഓടിച്ചൊക്കെ നോക്കിയിട്ട് വേണം വണ്ടി തരാനായിട്ട് കേട്ടോ. അപ്പോൾ അത് കണക്കാക്കിയിട്ടുള്ള സമയം നമുക്ക് വേണം. പിന്നെ എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ എടുക്കാനുണ്ട്, പൊല്യൂഷൻ ടെസ്റ്റും കൂടി കൂടുതൽ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയിക്കാം. ഓക്കെ.